ആ സൂപ്പർ. ഈ ഷെയ്ഡ് എന്തേലും മാത്രമേ ഉള്ളൂ, വരുന്നവരൊക്കെ ശ്രദ്ധിക്കും. ഓ ഹലോ. ഒരു പച്ച പെയിന്റ് അടിച്ച വീടാണോ? ഓ അല്ലടോ. അല്ലേ? വീട് ചെറുതായി മാറിയെന്നൊരു സംശയം. ഇനിയിപ്പോൾ താൻ എപ്പോൾ എത്താനാ? ഒരു 5 മിനിറ്റ്. ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണം കഴിച്ചൊന്നും ചാവാനും സമ്മതിക്കില്ലേ? 5 മിനിറ്റ് 5 മിനിറ്റ് 5 മിനിറ്റ്. ഇനിയിപ്പോൾ വേണ്ട, താൻ തന്നെ കഴിച്ചോ. ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണം കഴിച്ചൊന്നും ചാവാനും സമ്മതിക്കില്ലേ? ഹലോ ഹലോ. താനെന്ത് പരിപാടിയോടെ കാണിക്കുന്നത്? കണ്ടറിഞ്ഞോടോ, ഞാൻ ചാവാൻ നോക്കണു. എന്തിന്? അതൊന്നും എനിക്കറിയില്ല, എനിക്ക് ചാവണം. എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നം ഉണ്ടാവും? അതൊന്നുമില്ല. അസുഖം വല്ലതും? ഒന്ന് പോടോ, എനിക്ക് ഇതുവരെ ഒരു അസുഖമില്ല. പിന്നെന്തിനാ ചാവുന്നത്? എനിക്കറിയില്ല, എനിക്ക് എന്തൊക്കെയോ ഒന്നും ഒരു സന്തോഷമില്ല, ഒരു മടുപ്പ്. പിടികിട്ടി. ഇത് അതാണ്. ഏത്? മാഡത്തിൻ്റെ അസുഖം എനിക്ക് പിടികിട്ടി. എന്തസുഖം? ഈ കാര്യം ചെയ്യുന്നതിന് മുന്നേ മാഡം ചെയ്ത ആക്ടിവിറ്റി ഒന്ന് പറയാമോ? ഞാനൊന്നും ചെയ്തില്ല, ഞാൻ ചുമ്മാ ഫോണിൽ ഇങ്ങനെ നോക്കിയിരിക്കായിരുന്നു. എന്താ ചിരിക്കണേ? എന്താ ചിരിച്ചേ, പറ. ആ ലാസ്റ്റ് കണ്ട 3 പോസ്റ്റുകളൊന്ന് പറയാമോ? അതിപ്പോൾ എന്താ ലാസ്റ്റ് കണ്ടത്? എൻ്റെ ഒരു ഫ്രണ്ട് മായ, അവളെ ഹസ്ബൻഡായിട്ട് റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്ന ഒരു ഫോട്ടോ ഇട്ട് കണ്ടത്. പിന്നത്തേത് എന്ന് പറയണത് എൻ്റെ ഒരു ഫ്രണ്ട് തന്നെ, അവൾ ഹസ്ബൻഡായിട്ട് ടൂർ പോയിരിക്കുന്ന, ഫാമിലിയൊക്കെ ആയിട്ടിരിക്കുന്ന ടൂർ പോയിട്ടൊരു ഫോട്ടോ. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് നീതു, അവൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഫുഡ് കഴിക്കുന്ന ഫോട്ടോ ഇട്ടിരിക്കുന്നത്. ഇതൊക്കെ ഞാൻ കണ്ടത്. അതല്ലേ ഇതിനെല്ലാം കാരണം? അത് പിന്നെ എല്ലാം കൂടി കണ്ടപ്പോൾ ഒരുമാതിരി. എങ്ങനെ മനസ്സിലായി? ഇതിപ്പോൾ എല്ലാവർക്കും ഉള്ള അസുഖം. സോഷ്യൽ മീഡിയയിലിടുന്ന ഫോട്ടോസുമായിട്ട് നമ്മുടെ ലൈഫ് കമ്പയർ ചെയ്തിട്ട് അവസാനം എന്ത് ചെയ്യുക, ഉള്ള സന്തോഷം എല്ലാം കളഞ്ഞ് ഈ അവസ്ഥയിലെത്തുക. ഇതിൻ്റെ പേരെന്താ അറിയോ? സോഷ്യൽ മീഡിയ ഡിപ്രഷൻ. അത് പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ, ഇപ്പോഴേ മറ്റേ ഹസ്ബൻഡിൻ്റെ കൂടെ ഒരു പിക്കിട്ടെന്ന് പറഞ്ഞില്ലേ, ആളെ ഒന്ന് വിളിക്കാവോ? എന്നിട്ട് ചോദിക്കുക, ഓ പൊളിക്കാണല്ലോ നീ ഹസ്ബൻഡിൻ്റെ കൂടെ എന്ന് ചോദിക്കുക, ജസ്റ്റ് പ്ലീസ്. ഹലോ പറയടി. എന്തൊക്കെ വിശേഷം? ഇങ്ങനെ പോണു. ഓ ഞാൻ കണ്ടു ഫോട്ടോ ഒക്കെ. ഹസ്ബൻഡിന്റെ കൂടെ ഒരേ പൊളിന്നല്ലേ, അടിച്ച് പൊളിക്കേ. എനിക്ക് എന്താ, ഞങ്ങൾ സെപ്പറേറ്റ് ആവാൻ പോവാ. ആൾക്കാരെ ബോധിപ്പിക്കാൻ ഒരു ഫോട്ടോ ഇട്ടുന്നുള്ളൂ. നമ്മുടെ വിഷമങ്ങൾ എന്തിനാ മറ്റുള്ളവരെ അറിയിക്കണ്? അത് കാണുമ്പോൾ അവർക്കൊരു സന്തോഷം, നമുക്കൊരു മനസ്സുഖം. ഞാൻ കഥ പറയാതെന്ന്. ഇനി നമ്മുടെ ടൂറിന് പോയി പറഞ്ഞില്ലേ, ആളെ ഒന്ന് വിളിച്ചേ. ഹലോ. ആ ഷിബു. ഓ ഫുള്ള് കറക്കത്തിലല്ലേ, ടൂർ പോയി ഫോട്ടോ ഞാൻ കണ്ടുട്ടാ. എനിക്ക് എന്താ പെണ്ണെ, ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോവില്ലേ? എന്നീ മനുഷ്യന്റെ കൂടെ കൂടി അന്ന് പോയി എൻ്റെ ട്രിപ്പും കാര്യങ്ങളൊക്കെ. ഇത് പണ്ട് പോയൊരു ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തല്ലേ ഷിബു. ഇനി ഫുഡിൻ്റെ ഒരു പിക്കിട്ട് പറഞ്ഞില്ലേ, ആളെ ഒന്ന് വിളിച്ചേ. ആ ഡി, ഞാൻ കാണുന്നുണ്ട്, നീ എല്ലാ ട്രെൻഡിങ് ആയിട്ടുള്ള ഫുഡും കഴിച്ച് നടക്കല്ലേ. ഞാൻ വീഡിയോ ഒക്കെ കാണുന്നുണ്ട് കേട്ടോ. ജെമിനിയിൽ എഡിറ്റ് ചെയ്ത ഫോട്ടോ ആണോ? ഞാൻ ഇവിടെ കഴിക്കണേ, ഞാൻ എൻ്റെ ആഗ്രഹം തീർക്കാൻ ഈ ജെമിനിയിൽ ഇങ്ങനെയൊക്കെ ഫോട്ടോ പോസ്റ്റ് ചെയ്യണം. ആ എടി, ഞാനിപ്പോൾ വിളിക്കാട്ടോ. ശരി അപ്പൊ. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ കൃഷ്ണനും ഭഗവാനൊന്നും അല്ല കേട്ടോ, ഒന്ന് മൂത്രമൊഴിക്കാൻ. നമ്മൾ കുറേ നേരം മൂത്രമൊഴിക്കാൻ പറ്റാണ്ട് മൂത്രമൊഴിക്കുമ്പോൾ നല്ലൊരു സുഖമല്ലേ, അതൊരു സന്തോഷമല്ലേ. ഒരു പൂവ് നമ്മുടെ വീട്ടിലിങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന കാണാൻ ഒരു സന്തോഷമല്ലേ. ഒരു കൊച്ചു കുഞ്ഞിൻ്റെ ചിരി എന്തൊരു സന്തോഷമല്ലേ കാണുമ്പോൾ. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളുണ്ട്, അത് നമ്മൾ ആദ്യം ആസ്വദിക്കുക. അല്ലാണ്ട് നമ്മൾ മറ്റുള്ളവരുടെ ജീവിതം നോക്കി നമ്മുടെ ലൈഫായിട്ട് കമ്പയർ ചെയ്താൽ, ഇപ്പോൾ ഇവർ സംഭവിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇടുന്നത് അവരുടെ നല്ല ജീവിതം മാത്രമാണ്. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, ലോകത്ത് എല്ലാവർക്കും പ്രശ്നങ്ങളും കഷ്ടപ്പാടുമുണ്ട്. അപ്പോൾ നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ സന്തോഷിക്കുക. ഓക്കെ? ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? 2 കൊല്ലം മുന്നേ ഇതേ അസുഖം എനിക്കുണ്ടായിരുന്നു, നല്ല സീരിയസ് ആയിരുന്നു. അന്ന് ഡോക്ടറെ കാണിച്ചു, ഡോക്ടർ പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്.
ഇപ്പോൾ തൽക്കാലം നല്ല ആസ്വദിച്ച് ഈ ഫുഡ് കഴിക്കും. ഓക്കെ.